പ്രായപൂർത്തിയാകാത്ത വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ മുഹമ്മദ് ഫർമാന്റെയും പെൺകുട്ടിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. 16-കാരിയുടെ വിവാഹം തന്നെ നിയമവിരുദ്ധമെന്ന് മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചത് വ്യാജരേഖ ചമച്ചുവെന്ന കുറ്റവും ഹർജിക്കാരനെതിരെ നിലനിൽക്കും. വ്യത്യസ്ത മതത്തിലുള്ളവരുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്നും മധ്യപ്രദേശ് സർക്കാർ വാദിച്ചു. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കാര്യത്തിൽ കൊണ്ടുവന്ന രേഖകളെല്ലാം വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നാണ് മധ്യപ്രദേശ് സർക്കാർ കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി വരിക. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതിഭാഗവും വാദിഭാഗവും ഒക്കെ ഉന്നയിക്കുന്നത്? രോഹിണി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് പോലീസ് എടുത്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ മുഹമ്മദ് ഫർമാൻ അടക്കം നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയാനിരിക്കുന്നത്. വിശദമായിട്ട് തന്നെ ഇരു ഭാഗങ്ങളുടെ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേട്ടിരുന്നു. മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടിയിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള ARL സുന്ദരേഷിനാണ് ഓൺലൈനായിട്ട് ഹാജരായത്. പ്രധാനമായിട്ടും മധ്യപ്രദേശ് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത് ഈ വിവാഹം തന്നെ നിയമവിരുദ്ധമാണ്, നിയമസാധുത ഇല്ലാത്ത വിവാഹമാണ് നടന്നിരിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വ്യാജരേഖ ചമയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വ്യാജരേഖ ചമച്ചു എന്നുള്ള കുറ്റവും ഇക്കാര്യത്തിൽ മുഹമ്മദ് ഫർമാനെതിരെ നിലനിൽക്കുമെന്നുള്ള ഒരു വാദവും മധ്യപ്രദേശ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. അതായത് ഈ ജനന രജിസ്ട്രാറിന് മുന്നിൽ ഈ പെൺകുട്ടി ഒരു വ്യാജ മൊഴി നൽകിയിരുന്നു ഈ ഒരു ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട്. അത് മാത്രമല്ല, ഈ ജനന സർട്ടിഫിക്കറ്റിലും അതോടൊപ്പം തന്നെ ആശുപത്രി രേഖകളിലുമുള്ള വിവരങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഇത്തരത്തിലൊരു പ്രായപൂർത്തിയായി എന്നുള്ള അവകാശപ്പെടുന്ന ഒരു ജനന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് നിയമസാധുത ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും മധ്യപ്രദേശ് സർക്കാർ മുന്നോട്ട് വെച്ച ഒരു സുപ്രധാനമായിട്ടുള്ള വാദം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത മതങ്ങളിൽ പെട്ടവരാണ് പെൺകുട്ടിയും മുഹമ്മദ് ഫർമാനും. പക്ഷെ അത് ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിയമസാധുതയില്ല, മതാചാര പ്രകാരം വിവാഹം നടന്നുവെന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിയമസാധുത ഇല്ലാത്ത വിവാഹത്തെ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ള നിലപാട് മധ്യപ്രദേശ് സർക്കാർ ഉന്നയിച്ചു. എന്തായാലും പെൺകുട്ടിയെ പ്രതി ചേർത്തിട്ടില്ല. ഇര എന്നുള്ള സംരക്ഷണം പെൺകുട്ടിക്ക് നൽകും. 16 വയസ്സ് മാത്രമാണ് ഇപ്പോഴും പെൺകുട്ടിയുടെ പ്രായം. അത് മാത്രമല്ല, ആശുപത്രി രേഖകളിലടക്കം വലിയ രീതിയിലുള്ള തിരുത്തലുകൾ, അല്ലെങ്കിൽ ഈ ഒരു ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഈ പ്രതിഭാഗം വലിയ രീതിയിൽ തിരുത്തലുകൾ വരുത്തി എന്നുള്ള ആക്ഷേപവും മധ്യപ്രദേശ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇരുഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷമാണ് അടുത്ത ദിവസത്തേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇതിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്നും അതിൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് മധ്യപ്രദേശ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തന്നെ നിലനിൽപ്പില്ല എന്നുള്ളൊരു വാദവും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറെ സുപ്രധാനം. രോഹിണി, ശരി. രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.